ആരാടി അവള്? എനിക്കറിയില്ല. എന്താ കാര്യം? അവൾ ആരാണെന്ന് അറിയണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പ്രശ്നമാണോ? എന്താ കാര്യം? നമ്മൾ കൊൽക്കത്തയിൽ എന്താണ് ചെയ്തെന്ന് അറിയാൻ നമ്മുടെ പ്രിൻസിപ്പൽ മാഡം അറേഞ്ച് ചെയ്തതായിരിക്കുമോ അവളെ? ആ, ചിലപ്പോ ആയിരിക്കും. ശരിയാടി, അവരത് ചെയ്തില്ലല്ലേ അത്ഭുതമുള്ളൂ. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്താ ചെയ്യാൻ പോകുന്ന? ഏയ്, എവിടേക്കാടി പോകുന്നത്? വരാം. ഹായ് മാം, ഐ എം സന്ധ്യ. നിങ്ങളുടെ പേര് പറയില്ലേ? ഗീത, നൈസ് നെയിം. ശ്രവണി, നിന്റെ കസിൻ ഡെഫ് ആൻഡ് ഡംബ് അല്ലേ? അവരോട് സംസാരിക്കുന്ന ഈ സൈൻ ലാംഗ്വേജ് പഠിച്ചതല്ലേ? നീ ഇപ്പൊ എന്തിനാ അത് ചോദിക്കുന്നത്? പാവം, ഇവർക്ക് സംസാരിക്കാൻ വയ്യ. അവരെന്താ പറയുന്നെന്ന് നീ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞുതരാമോ? ശരി. നിങ്ങൾക്ക് ജന്മനാ സംസാരശേഷിയില്ലേ? എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അച്ഛന്റെയും അമ്മയുടെയും കൂടെ കാറിൽ പോകുമ്പോ. അപ്പൊ നിങ്ങളുടെ 5 വയസ്സിൽ തന്നെ നിങ്ങളുടെ പാരന്റ്സ്? മോളെ ഇല്ല ഡാഡി, ഞാൻ ഇങ്ങനെ ഇരിക്കൂ. അതെ മോളെ, നീ നീങ്ങിയിരിക്കുകയാണെങ്കിലേ ആ ഗ്ലാസ് കേറ്റിട്ട് നമുക്ക് AC ഓൺ ചെയ്യാം. ഇല്ല വേണ്ട ഡാഡി, ഇത് തന്നെ നന്നായിട്ടുണ്ട്. നീ നിന്റെ അമ്മയെ പോലെ തന്നെ നല്ല പിടിവാശിക്കാരിയാണല്ലോ. ഇത് നല്ല കൂത്ത്. അവള് പറഞ്ഞാ കേക്കാത്തേന് ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ എന്റെ കമ്മല് വീണുപോയി. അതും പോയോ? നിന്റെ അച്ഛനും ഇതുപോലെ സ്വത്തൊക്കെ നശിപ്പിച്ച് BMW ഈ കാറിൽ കൊണ്ടുപോകുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതിന്റെ അർത്ഥം ഞാൻ നിന്റെ സ്വത്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്നും എന്നെ ഒരു ഡ്രൈവർ പോലെയാണ് കാണുന്നതെന്നല്ലേ? കുഞ്ഞിന്റെ അച്ഛനായിട്ടാ കാണുന്നത്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേസ്റ്റ് ആണ്, അതല്ലേ നീ പറഞ്ഞത്? ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ആർഗ്യുമെന്റ് നിർത്തിയിട്ട് റോഡിൽ നോക്കി വണ്ടി ഓടിക്കും. നിന്റെ കൂടെ ജീവിക്കലും ഭേദം ഞാൻ ചാവുന്നതിനാണ് നല്ലത്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? നീയാണ് എന്നെ ഭ്രാന്തനാക്കിയത്. എന്തിനാ ഈ ചെറിയ കാര്യമൊക്കെ എങ്ങനെ വലുതാക്കുന്നത്? ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. അതിനൊന്ന് ആംബുലൻസിൽ വിളിക്കേ. സാർ, നിങ്ങൾ വരാൻ പറഞ്ഞിരുന്നു. കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇവിടെ റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോക്കോളാൻ പറ. നിങ്ങൾക്കറിയാലോ ഡോക്ടർ, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിലും മരിച്ചുപോയി. പാവം സാർ, സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. അപ്പൊ ഇനി നമ്മളെന്താ ചെയ്യ? കുട്ടികളെ, ഭക്ഷണം കഴിക്കാൻ സമയം, എല്ലാരും വന്ന് കഴിക്കൂ. ആരാ ഇത്? അതെ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു, നീ വരുന്നില്ല? നീ എന്താ ഒന്നും പറയാത്തെ? നിനക്ക് എന്നെ പോലെ ചെവി കേക്കില്ല? എന്താ നിന്റെ പേര്? നിന്റെ പേര് ഗീത, എന്റെ പേര് വാണി. ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സാ. നിന്റെ അച്ഛനമ്മയ്ക്ക് എന്താ പറ്റിയത്? അയ്യോ പാവം, ആ ദൈവത്തിനെ എല്ലാം അറിയാം. അതുകൊണ്ടാ നമ്മള് രണ്ടുപേരെയും ഒരുമിപ്പിച്ചത്. എനിക്ക് ചെവി കേൾക്കില്ല, നിനക്ക് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ സൈൻ ലാംഗ്വേജ് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ രണ്ടുപേരുടെയും ഒരേ ഭാഷയാ. ഇന്ന് മുതൽ ഗീത, വാണി രണ്ടുപേരും ഒന്ന് തന്നെയാ.
നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്. ഉം. കഴിക്ക് കഴിക്ക് കഴിക്ക്. ഇഷ്ടപ്പെട്ടോ? ഗീത, എന്നെ പിടിക്ക്. ചേച്ചി ചേച്ചി, നിങ്ങളെ വാർഡൻ വിളിക്കുന്നുണ്ട്. നീ എന്താ പറയുന്നെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാകുന്നില്ലേ? ഒരു മിനിറ്റ്. വേണ്ട സർ, മെനഞ്ഞാന്ന് തൊട്ട് എനിക്ക് നല്ല വയറുവേദനയാണ്. എന്തിനടി നീയും കൂടി വന്നേ? അവള് നിന്റെ ഫ്രണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു ദിവസം നീ ഇതുപോലെ വരണം. ഭ്രാന്തന്നോ? എന്നെ ഒന്നോട് നീ ഭ്രാന്താന്ന് വിളിക്കുന്നേ? ഗീത, നമുക്ക് ഇവിടുന്ന് പോവാം. അവന്മാരെയൊന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഞാനാണെങ്കിൽ അടിച്ച് ചവിട്ടി മെതിച്ചാനേ അവരെയൊക്കെ. പ്രശ്നാന്നോ? എന്താ കാര്യം? എന്താ സാറേ, ഡയറക്ടർ ആകാൻ ചാൻസ് കിട്ടാതെ കൊണ്ട് ഇവിടെ ഒന്ന് ചേരാൻ തീരുമാനിച്ചാ? എടാ, എന്റെ സ്ഥാനത്ത് നീ വന്ന് കേറാന്ന് വിചാരിച്ചല്ലേ? പിന്നെന്തിനാ സാർ ഇവിടെ വന്നേ? എടാ, അനാഥ പിള്ളേരുടെ ആക്ടിവിറ്റീസ് സീക്രട്ട് ആയി ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നാടാ. സാറേ, പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്ത് അകത്തെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാലോ? വേണ്ടാത്തൊന്നും പറയണ്ട. ചെറിയ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യു ജസ്റ്റ് ഫോളോ മീ. ആക്ഷൻ. എടാ, നീ ഇതൊന്ന് വന്ന് നോക്കിയേ. അനാഥ കുട്ടികളുടെ ആശ്രമം എത്ര ഭംഗിയായി വെച്ചിരിക്കുന്നെന്ന്. ആഹാ, ഇങ്ങോട്ട് നോക്ക്. ഷൂട്ട് ചെയ്യ. ഒരു ചെറിയ കുട്ടി ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കടാ. ഇനി അങ്ങോട്ട് പാൻ ചെയ്യ. വാവ്, ബ്യൂട്ടിഫുൾ ലെഗ്സ്. അങ്ങനെ ടിൽ ചെയ്യ. ആ, അങ്ങനെ തന്നെ. എന്റെ ദൈവമേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫേസ്. എടാ, എന്റെ ഇടതു ഭാഗത്ത് ഹൃദയം വേദനിക്കാൻ തുടങ്ങിയടാ. വയസ്സായില്ലേ സാർ, അതൊക്കെ ഉണ്ടാവുന്നേ. എടാ, ഈ ചെമ്പകപ്പൂവിന്റെ ഒപ്പം ചേരാൻ ഒരു മുല്ലപ്പൂ റെഡിയായിരിക്കടാ. അവള് മുല്ലപ്പൂവാണ്, പക്ഷെ നിങ്ങൾ ഉണങ്ങിപ്പോയാലേ. നീ പറയുന്നൊക്കെ ഞാൻ കേട്ടു. മര്യാദക്ക് ഫോക്കസ് ചെയ്യ. ഇനി നേരെ മുകളിലേക്ക് കൊണ്ടുപോ. ആരാ നിങ്ങള്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചെമ്പകാക്ഷൻ, സിനിമ ഡയറക്ടറാ. ഇവൻ എന്റെ സ്വന്തം അസിസ്റ്റന്റ്. ഡയറക്ടർ ആണെങ്കിൽ താടി ഉണ്ടാകണ്ടേ? എന്റെ ഡാഡിക്ക് താടി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ താടി വെക്കാത്തെ. നീ ഇപ്പൊ ഇരുന്ന് പഠിക്ക്. അറിയില്ല. ഹലോ, ഇവക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നാ ചോദിക്കുന്നത്? സോറി ട്ടോ. ഈ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നതാ. അത് പിന്നെ ഒന്നും മനസ്സിലായില്ല. എന്താ പറയണമെന്ന് പറഞ്ഞ വളരെ സൗകര്യമായിരുന്നു. എന്താ പറയുന്നേ? നിങ്ങളെ പോലത്തെ ആളുകൾ ഇവിടെ വന്നിട്ട് അമ്മ എവിടെ, അച്ഛൻ എവിടെ എന്നൊരു 1000 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയി കളയും. എന്നിട്ട് കുട്ടികൾ അതും ഓർത്ത് വിഷമിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരല്ല ഞങ്ങള്. എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതായിരിക്കണം, അല്ലാതെ അത് ഉപദ്രവമാവരുത്. ഞങ്ങൾ അവർക്ക് എന്റർടൈൻമെന്റാ കൊടുക്കുന്നേ. സോറി സിസ്റ്റർ, നിങ്ങൾ ദേഷ്യത്തിലാന്നാ തോന്നുന്നത്. ഞങ്ങൾ ഇറങ്ങാം. ബായ്. എവിടെ നോക്കി നിൽക്കടാ. എന്നാ ഞങ്ങളങ്ങോട്ട്.
രാഹുകാലത്താ വന്ന. ആ ഇങ്ങോട്ട് നോക്കുമോളെ, അകത്ത് കണ്ണാടിയിട്ടുള്ള ചേച്ചിയുടെ പേരെന്താ? വാണി ചേച്ചി. ആ വാണി. അവള് വാണി, ഞാൻ ചെമ്പകാക്ഷൻ. ഞങ്ങള് തമ്മിൽ ചേർന്നാ. പിന്നെന്താ, ചേർന്ന് കഴിഞ്ഞാൽ കാര്യം പോകാം. എടാ നിന്റെ മൈൻഡ് വോയിസ് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. നടക്കടാ. ജയിലർ വരാൻ പറഞ്ഞില്ലേ, സമയായി, നമുക്ക് പോവാം.